ഒരു വീഡിയോ ഇടാതെ ഞാൻ എങ്ങനെ കിടന്നുറങ്ങും എന്നുള്ള ചിന്തയിലിരിക്കുമ്പോൾ എന്താണ് നിങ്ങളോട് പറയേണ്ടതെന്നൊരു ആശയക്കുഴപ്പം. പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. മഴ തന്നെ മഴ അല്ലേ, എന്തൊരു മഴയാണ്. ഇന്ന് രാവിലെ ഞാൻ അംഗൻവാടി പോകാൻ വേണ്ടിയിട്ട് എല്ലാ പണിയും കഴിഞ്ഞ് കുളിച്ച് റെഡിയായപ്പോൾ ഒരു കുടഞ്ഞിട്ടൊരു ഒരു പനി വന്നു. അപ്പോൾ വേഗം ഒരു പാരസെറ്റമോൾ 650 എടുത്ത് കഴിച്ചിട്ട് കയറി കിടന്ന് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് കൂടെ ജോലി ചെയ്യുന്ന ആളെ വിളിച്ച് പറഞ്ഞത് ഞാനിന്ന് വരണില്ല കേട്ടോ എന്ന്. എന്നിട്ട് വേഗം ലീവ് ലെറ്റർ എഴുതിയിട്ടു. അങ്ങനെ ഒരു ഇവിടെ പാറും തത്ത ഉണ്ടല്ലോ, പാറും തത്തയും കഴിഞ്ഞ ശനിയാഴ്ച വന്നു. അവരുടെ പഴയ തറവാട് വീടാണ്, ഓട് വീടാണ്. അപ്പോൾ അതൊന്നും പാർട്ടീഷനൊന്നും കഴിയാതെ അങ്ങനെ കിടക്കുക. അപ്പോൾ അത് ആര് പുതുക്കി പണിയും എന്നുള്ള ആ ഒരു തർക്കം ഇങ്ങനെ വാക്കുകളാൽ വന്നില്ലെങ്കിലും അതങ്ങനെ നിൽക്കുക, പഴയ ഓട് വീടാണ്. അപ്പോൾ ഇവർ കിടക്കുന്ന ബെഡ്റൂമിൻ്റെ ഭാഗത്തായിട്ട് ഒരു തെങ്ങ് നിൽക്കുന്നുണ്ട്. ആ തെങ്ങേന്ന് ഫസ്റ്റ് ഒരു തേങ്ങ അപ്പുറത്തെ വീട്ടിലെ ടെറസിലേക്ക് തെറിച്ച് വീണു. പിന്നെ ഒരു തേങ്ങ ഇവരുടെ തന്നെ മുറ്റത്തായിട്ട് വീണു. മൂന്നാമത്തെ തേങ്ങ ഇവരെ കിടക്കുന്ന റൂമിൻ്റെ ചുമരിൻ്റെ പുറത്ത്, ഇറക്കാലെന്നൊക്കെ പറയില്ലേ, അവിടെ വീണു. അന്നേരം പേടി എന്നെ ജിഷ്ണു വിളിച്ചു, അമ്മ അവരെ വന്ന് കൊണ്ടുപോയിക്കോട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പാറോട് പറഞ്ഞപ്പോൾ പാറു ആദ്യം പറഞ്ഞു ഇല്ല ഞാൻ വരണില്ല എന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പാറു തന്നെ വിളിച്ചു, അമ്മ ഞാൻ വരിക എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അംഗൻവാടി കഴിഞ്ഞിട്ട് ഞാനും ഓംകാറും കൂടെ കൂടി അങ്ങനെയാണ് കേട്ടോ. കുന്നംകുളത്തേക്ക് പോകുമ്പോൾ ഞാനും ഓംകാറും ഞാൻ അംബികേനോട് പോട്ട് വിളിക്കും. അവിടെ ഇങ്ങനെ വെറുതെ വീട്ടിലിരിക്കുകയല്ലേ, അപ്പോൾ ഒരു ലോങ് യാത്ര 1.5 മണിക്കൂറുണ്ട് അങ്ങോട്ട് ഉള്ള യാത്ര. ഒരു യാത്രയിൽ കൂടിക്കോട്ടെ എന്ന് ഓർത്തിട്ട് അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ എന്തെങ്കിലും ഒരു ചായയൊക്കെ കുടിക്കും കേട്ടോ. പിന്നെ തിരിച്ചു വരുമ്പോഴും എന്തെങ്കിലും അവിടെ ഒരു ഭാഗത്ത് പാടത്തിൻ്റെ സൈഡിലായിട്ട് ഇപ്പോൾ കുറേ തട്ടുകടകൾ, നല്ല മനോഹരമായ ലൈറ്റ് അറേഞ്ച്മെൻറ്റൊക്കെ കൂടിയിട്ടുള്ള സ്ഥലപ്പേര് മറന്നു. എപ്പോൾ വന്നാലും ഞാൻ അവിടെ വീഡിയോ എടുക്കാതെ പോരില്ല. അപ്പോൾ തിരിച്ച് വരുമ്പോൾ ഞങ്ങൾ അവിടെ കയറി പുതിയ പുതിയ രീതിയിലുള്ള പലഹാരങ്ങളൊക്കെയാണ്. അത് വലിയ സുഖമൊന്നുമില്ല. ആദ്യം അതൊക്കെ ഭയങ്കര രസമായിട്ട് തോന്നിയിട്ടോ. പിന്നെ നമുക്കൊരു അത്ര സുഖമായിട്ട് തോന്നുന്നില്ല. പക്ഷെ നല്ല ഒരു അന്തരീക്ഷമാണ് അവിടെ. വണ്ടികളൊക്കെ ഇങ്ങനെ നിറയെ റോഡ് സൈഡിൽ അറിയാതെ നിർത്തിപ്പോകും. അപ്പോൾ അങ്ങനെ 2 നേരത്തെ ചായയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ കഴിച്ചിട്ടാണ് യാത്ര. അപ്പം ഞാൻ അംബികേനെ കൂട്ട് പിടിക്കും. അവളിങ്ങനെ വെറുതെ വീട്ടിലിരിക്കുകയല്ലേ, ഒരു നേരം പോക്കെ ആയിക്കോട്ടെ എന്ന് ഓർത്തിട്ട്. ഇത്തവണ പക്ഷേ നല്ല മഴയായിരുന്നു ശനിയാഴ്ച. അന്നേരം ഈ തേങ്ങ വീണ കേസും കൂടെ പറഞ്ഞപ്പം അവളെ വിളിക്കാമെന്ന് എനിക്ക് തോന്നിയില്ല. അവനുണ്ടായിരുന്നല്ലോ, കൊച്ചുണ്ടായിരുന്നല്ലോ സ്കൂളിൽ പോകാണ്ട്, ഓംകാർ. അവനെയും കൂട്ടി ഞങ്ങൾ പോയി. അങ്ങോട്ട് പോയപ്പോൾ ഞങ്ങൾക്ക് എന്നും ഒരു 2 ചേട്ടനിയന്മാർ ഓടിക്കുന്ന വണ്ടികളാണ് വിളിക്കുക കേട്ടോ. വെള്ളിമൂങ്ങ വിളിക്കാനായിട്ടാണ് അവിടെ ജിഷ്ണു പറയുക, സാധാ ഓട്ടോ വിളിക്കാതെ. അപ്പോൾ വെള്ളിമൂങ്ങയാകുമ്പോൾ നമുക്ക് മൂടിക്കെട്ടിപ്പോകാമല്ലോ കാലാവസ്ഥ ഏതായാലും. അങ്ങനെ എന്നും ഞങ്ങൾ അനിയൻ്റെ വണ്ടി വിളിച്ചിട്ടാണ് പോകാറ്. അപ്പോൾ ആ മോനാന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ കൂടെ കൂടും എന്തിനും ഏതിനും. ചേട്ടൻ കൊച്ചിനോട് നമുക്ക് അത്രയ്ക്കൊരു ഇൻറ്റിമേറ്റ് അല്ല. എന്നാൽ കുഴപ്പമില്ല, എന്ത് പറഞ്ഞാലും എവിടെ വേണേലും നിർത്തി തരും ഒക്കെ ചെയ്തങ്ങനെ പോവും. പക്ഷേ അനിയൻകുട്ടിയുടെ അത്ര പോരാ. അപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് പോയി, ഒന്നും വാങ്ങിയില്ല. പിന്നെ തിരിച്ചു വന്നപ്പോൾ ഞങ്ങളിവിടെ നമ്മുടെ സ്ഥലത്തേക്ക് എത്തിയപ്പോൾ ഒരു സ്റ്റേഷനറി കടയിൽ നിർത്തിയിട്ട് കുറച്ച് സാധനം, വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങിച്ചു. അങ്ങനെ പോന്നെന്ന് പറയാം. അപ്പോൾ അതുകൊണ്ട് അവരിവിടെ ഉണ്ട്. ഇന്ന് പിന്നെ സുഖമില്ലാന്ന് തോന്നി. ആ പാരസെറ്റമോൾ കഴിഞ്ഞപ്പോൾ മാറ്റം വന്നു കേട്ടോ, ഉഷാറായി. എന്നാലും ഞാൻ രാവിലെ എടുത്തിട്ട ഡ്രസ്സ്, അതൊന്നും മാറിയിട്ടൊന്നുമില്ല. അങ്ങനെ പിന്നെ കുഞ്ഞിൻ്റെ കൂടെ കളിച്ചും ചിരിച്ചും ഒക്കെ ആയിട്ട് ഇന്നത്തെ ഒരു ദിവസം. പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല, പുറത്തെ പണികളൊന്നും ചെയ്തിട്ടില്ല, അകത്ത് തന്നെ കഴിച്ചു കൂട്ടി. അങ്ങനെ ഒരു ദിവസമായിരുന്നു ഇന്ന്. മുറ്റമൊക്കെ നിറയെ പുല്ലെന്ന് പറഞ്ഞാൽ നമുക്ക് അയ്യോ, പണിക്കാരെ നിർത്തിയിട്ട് പറിച്ചെടുക്കേണ്ട അത്രയും പുല്ലുണ്ട്. നല്ല 2 തോർച്ച കണ്ടിട്ട് വേണം. ഈ ശനി ഞായറും അവധിയാണല്ലോ, 2ാം ശനി ഞായറും. പക്ഷേ കാലാവസ്ഥ എങ്ങനെയാണെന്നറിയില്ല. നല്ലതാണെന്ന് വെച്ചാൽ മുറ്റത്ത് തന്നെയായിരിക്കും ഞാൻ. അങ്ങനെ ഇരിക്കുന്ന വിശേഷം. പിന്നെ ഒരു കാര്യം
ചുറ്റും വലിയ മരങ്ങൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ 2 ദിവസം കുട്ടികൾ വന്നില്ല. ഞങ്ങൾ തന്നെ പറഞ്ഞിട്ട് വരണ്ടാന്ന്, കാറ്റല്ലായിരുന്നു, ഭയങ്കര കാറ്റും മഴയും. അപ്പോൾ എന്തെങ്കിലും ഒരു അപകടം പറ്റിക്കഴിഞ്ഞാലോ എന്ന് ഓർത്തിട്ട് വരണ്ടാന്ന് പറഞ്ഞു. ഇന്ന് പക്ഷേ കുട്ടികളുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ മരം അത് മുറിച്ച് നീക്കാനുള്ള നടപടികളൊക്കെ ആയി വരുന്നു. ഞങ്ങൾ പഞ്ചായത്തിനോട് പറഞ്ഞേ, കാരണം നമുക്ക് പേടിച്ചിട്ടിരിക്കാൻ പറ്റില്ല. കാറ്റ് വന്നു കഴിയുമ്പോൾ ഇപ്പോൾ ഒരുപാട് അപകടങ്ങൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയല്ലേ. അതുകൊണ്ട് ഇന്ന് വന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു പഞ്ചായത്ത്. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് ആ കാര്യങ്ങളൊക്കെ ഓക്കെ ആവും. അങ്ങനെ അതൊക്കെ തന്നെയാണ് ഇന്നത്തെ വിശേഷം. നാളെ എന്തായാലും അംഗനവാടി പോകണം. പിന്നെ എന്താ, ആകെ എന്നാൽ പോകാമെന്ന് പറയാൻ പറ്റില്ല. അവിടെ തെങ്ങ് മുറിച്ചിട്ടേ പോവുക. ആ ഒരു തെങ്ങ് അത് ഭയങ്കര അപകടകാരിയാണ്. അപ്പോൾ മരം മുറിക്കണമെങ്കിൽ, തെങ്ങ് മുറിക്കണമെങ്കിൽ ഈ മഴ മാറി തോർച്ച വെയിൽ കണ്ടാലാണ് ഈ തെങ്ങ് ഉണങ്ങിക്കഴിഞ്ഞാൽ അതിൽ കയറാൻ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒക്കെ ഇരിക്കുന്നു വിശേഷങ്ങൾ. എല്ലാവരും സേഫായിട്ടിരിക്കുക. പ്രകൃതി ക്ഷോഭങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് മഴ, വെള്ളപ്പൊക്കം, മണ്ണിടിച്ചിൽ, ഇതേമാതിരിയുള്ള മരം, പഴകിയ വീടുകൾ ഒക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാനും ഒക്കെ ഉള്ളൊരു സാഹചര്യങ്ങളുള്ള സമയമാണ്. കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, ഇടുക്കിയിൽ 5 നില കെട്ടിടം പണി നടന്നുകൊണ്ടിരിക്കുമ്പം താഴേക്ക് പോകുന്നത്. അങ്ങനെയൊക്കെയുള്ള സമയങ്ങളാണ്. എല്ലാവരും സേഫായിരിക്കുക, അതേ പറയാനുള്ളൂ. പിന്നെ വരാട്ടോ.